ദശൂട്ടനെ നമ്മൾ രാവിലെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ദാണ്ടവനെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അതും കഴിഞ്ഞ് നമ്മൾ ദാണ്ടവനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകാൻ റെഡിയായി. ഞാനും ചിന്നുവും കൂടി ഞങ്ങൾ ദാണ്ടെ ദശൂട്ടനും ഞാനും കൂടി, ഞാൻ പറയുകയാണ് അവനോട് ക്യാമറയിലോട്ട് നോക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ക്യാമറയിലോട്ട് നോക്കുവാണ്. ഹായ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദാണ്ട് ഇപ്പോൾ നമ്മുടെ നേഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. അവനിപ്പം അവൻ്റെ മേമ എടുത്തിരിക്കുകയാണ്. അവന് നടക്കാൻ വയ്യ. അപ്പോൾ അവൾ പറഞ്ഞില്ല, നഴ്സറി എത്തി നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പം അവന് ഫസ്റ്റ് ടൈം നഴ്സറിയിൽ എത്തിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവൻ ഇങ്ങനെ നോക്കിയതിന് ശേഷമൊക്കെ ഇങ്ങനെ നല്ലപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടൊക്കെ തന്നെ പോവുകയാണ്. കാരണം ഇവിടെ നമ്മളെ വീട്ടിൽ നമ്മൾ ഇത്രയും പേരുടെ ഫേസല്ലേ കാണുന്നുള്ളൂ. കുഞ്ഞ് ആദ്യമായിട്ടാണ് അവ ഇത്രയും ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത്. അങ്ങനെ ചെന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ചെരുപ്പൊക്കെ ഊരി. അപ്പോഴത്തേക്ക് തന്നെ ഒരു കുഞ്ഞ്, എനിക്ക് കുട്ടിയുടെ പേരറിയില്ല, അവൾ ഓടി വന്നു മോനോട് സംസാരിക്കാനൊക്കെ ആയിട്ട്. വേറെ ഒരു കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പം അവർ രണ്ടുപേരും കൂടി മോനെ വെൽക്കം ഒക്കെ ചെയ്ത് അവൻ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ടീച്ചർ അവിടെ എന്തോ എമർജൻസി ആയിട്ട് എന്തോ കാര്യമൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. ടീച്ചർ പിന്നാണൊന്ന് ഫ്രീ ആയത്. അപ്പം മോനൊന്ന് ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യമായിട്ടല്ലേ. അപ്പം അവനിങ്ങനെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ടീച്ചർ വിളിച്ചവനെ, ടീച്ചറിൻ്റെ അടുത്തേക്ക് വാന്ന്. അപ്പോഴത്തേക്ക് അവൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ചെല്ലില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ടീച്ചർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വിളിക്കുകയാണ്, ദീക്ഷിൻ ഇങ്ങി വാ എന്ന്. അപ്പോൾ അവൻ ഇല്ല, നോ എന്ന് പറയുകയാണ് അവിടെ. മോന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ വിചാരിച്ചു അവന് സ്പീക്കിങ്ങിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നഴ്സറിയിലേക്ക് ഒന്ന് ഇരുത്താമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കുഞ്ഞു കുട്ടി, അവൾ ആ ഒരു കളിക്കുന്ന ആ ഒരു ഇതിൽ അവനെ കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ടീച്ചർ പറഞ്ഞതുകൊണ്ട്. ഇങ്ങനെ അവൻ്റെ മേമയെ അടിക്കുകയാണ് വീട്ടിൽ പോവാൻ ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്ന് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്നൊക്കെ നിൽക്കുകയാണ് ആള്. അങ്ങനെ പിന്നെ അവനെ ഒന്ന് പിടിച്ച് മോനെ അങ്ങോട്ടേക്ക് ചെന്ന് കളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിടുകയാണ്. ഞങ്ങൾക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അവനെ ഇത്രയും ദിവസം ഞങ്ങൾ അങ്ങനെ കാണാതെ അവനെ കുറച്ച് നിമിഷം പോലും ഇരുന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. ചിന്നൂന് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എടി വിടണ്ടടി എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഞാനാ പറഞ്ഞ എടി കുഴപ്പമില്ല, അവൻ പോയി കുറച്ച് നേരമൊക്കെ നിൽക്കട്ടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ആൾ ഓക്കെ ആയി. അവൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അവൻ കളിക്കുകയാണിപ്പോൾ. ടീച്ചർ നല്ലവണ്ണം തന്നെ നിന്ന് അവനെ കളിപ്പിക്കുകയൊക്കെയാണ്. ടീച്ചറും അവന് ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെ പിന്നെ അവൻ്റെ വേറൊരു കളിക്കുന്ന ഒരു ഇതിൽ കയറുകയാണ്. കുഴപ്പമൊന്നുമില്ല. അവൻ ആദ്യമായിട്ട് പോയതിൻ്റെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അവൻ കുട്ടികളൊക്കെ ആയിട്ട് നല്ലപോലൊക്കെ നിന്ന് അത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആള് വീട്ടിൽ ഭയങ്കര കുരുത്തക്കെടാണ്. പക്ഷെ എന്തോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര സൈലൻ്റായിട്ട് കുട്ടികളോടൊക്കെ നല്ല സഹകരിച്ചൊക്കെ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉമ്മയും ടാറ്റയൊക്കെ തരികയാണ് അവൻ. കാരണം ഞാൻ ടീച്ചറുടെ അനുവാദത്തോടു കൂടിയാണ് വീഡിയോ ഒക്കെ എടുത്തത്. ടീച്ചർ പറഞ്ഞു ഓക്കെ എടുത്തോളൂ വിനീതാന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഉണ്ട്. നമ്മൾ ടീച്ചറെ കാര്യം പറയാനാണെങ്കിൽ ടീച്ചർ ഭയങ്കര സ്നേഹമൊക്കെയാണ്. കുട്ടികളുടെ അടുത്ത് മാത്രമല്ല, നമ്മൾ പേരൻസിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. ടീച്ചറിനെ പറ്റി നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം ഞാൻ പ്രഗ്നൻ്റ് ടൈം തൊട്ടേ ടീച്ചറെ ഞാൻ കാണുന്നതാണ്. അവിടെ എനിക്ക് ഫുള്ള് കാര്യങ്ങൾ ടീച്ചറാണ് ചെയ്തു തരുന്നത്. ഇതിപ്പോൾ നമ്മൾ അവനെ നഴ്സറിയിൽ നിന്നൊക്കെ തിരിച്ച് വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിനിടയ്ക്കുള്ളതൊക്കെ അങ്ങ് വിട്ടുപോയി കേട്ടോ, സോറി കേട്ടോ. ഞങ്ങളിപ്പം അങ്ങനെ ഞാനിപ്പോൾ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. ടീച്ചറിൻ്റെ മടിയിലിരിക്കുകയാണ് അവനും. കാരണം ഞങ്ങളെ കാണാതെ കുറേ ടൈം ആയല്ലോ. അവൻ ടീച്ചറിൻ്റെ മടിയിലിരുന്ന് ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. സൗണ്ട് അങ്ങ് നിന്നപ്പോഴേ എനിക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അതെല്ലാം നികത്തി നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.